ഞാൻ ജ്യോത്സ്ന. ഞങ്ങളുടെ ബാല്യം ഒരു 10-16 വയസ്സ് വരെ ഞങ്ങൾ ചെലവഴിച്ചത് കോഴങ്കാവ് എന്ന് പറയുന്ന ശ്രീനാരായണത്തെ ഒരു പ്രദേശത്താണ്. ഞങ്ങൾ 6 പേരുണ്ട്. 6 പേരും പഠിച്ച് ഞങ്ങളുടെ ബാല്യം ചെലവഴിച്ച ആ കോഴങ്കാവ് വിദ്യാലയം തൻ്റെ 100-ാം വർഷം ആഘോഷിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സന്തോഷം ഞാൻ ആരോടൊക്കെയാണ് പങ്കുവയ്ക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആദ്യം ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, ഇത്രയും വർഷം ഈ വിദ്യാലയം അവിടെ നിലനിന്നതിന്. പിന്നെ എൻ്റെ സന്തോഷം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പങ്കുവച്ചിരുന്നു. ഇനി എനിക്ക് എൻ്റെ സന്തോഷം നന്ദി പ്രകടിപ്പിക്കാനുള്ളത് ആ വിദ്യാലയത്തിലെ അധ്യാപകരോടാണ്. ഇത്രയധികം കാലം ഈ വിദ്യാലയം നിലനിൽക്കാനും അതിനെ ഇതേ രീതിയിൽ കൊണ്ടുവരാനും പ്രയത്നിച്ച ഒരു വലിയൊരു ശൃംഖല തന്നെയുണ്ടാവും അധ്യാപകർക്ക്. അവരോടൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എന്താ നന്ദി അറിയിക്കുന്നു. ബാല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാല്യത്തിലെ ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും അവരുടെ ഉള്ളിലൊരു കുട്ടി ഉണരണ കാലമാണ്. ഒരു പക്ഷഭേദമില്ലാണ്ട് ജീവിതത്തിനെ സമീപിക്കാൻ കഴിയുന്ന നിഷ്കളങ്കമായ ഒരു കാലഘട്ടമാണ് ഈ ബാല്യം. അവിടെ നമുക്ക് കാണുന്നത് എന്തും നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. ഒരു ചെറിയൊരു നാരങ്ങ മിഠായി കിട്ടിയാൽ ആ മിഠായി നുണഞ്ഞ് പിന്നെ വായലിട്ട് അങ്ങനെ അതിൻ്റെ മാധുര്യം പോലും വളരെ ആസ്വാദ്യകരമായിരുന്നൊരു കാലഘട്ടം. അതേപോലെ തന്നെയാണ് സൗഹൃദങ്ങൾ. അവിടുത്തെ ആ സൗഹൃദങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ എത്രയോ പേരായിട്ട് ഇടപഴകുന്നുണ്ട്, എത്രയോ വിദ്യാലയ സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഒരു സൗഹൃദം ഈ ബാല്യകാലത്ത് നമുക്ക് രൂപപ്പെടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അന്ന് കാലത്തുണ്ടായിരുന്ന എൻ്റെ കുറേ കൂട്ടുകാർ. കോമളം, കമലാക്ഷി, പത്മിനി, അമ്മിണി, വിജയ തുടങ്ങിയ കുറേ കൂട്ടുകാർ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവർ അതേമാതിരി തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് പല സ്ഥലത്ത് പോയിട്ട് നമുക്ക് പല കൂട്ടുകാരുണ്ട്. പക്ഷേ ഇവരുടെ അത്രയ്ക്ക് ആ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ വേറെ സുഹൃത്തുക്കളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവിടെ ആ വിദ്യാലയത്തിലെ അധ്യാപകരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരുണ്ട്, ആണെങ്കിൽ ഒരു ചെറിയ ബന്ധം കൂടിയുണ്ട്. ആ ബന്ധം കൂടിയുള്ള കൊച്ചമ്മ ടീച്ചറായിരുന്നു അവിടുത്തെ മിസ്സസ്. അച്ഛനെ എഴുത്തിയമ്മാണെന്ന് വിളിക്കാം. അപ്പം ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ അതൊരു മറ്റൊരു വീടായിരുന്നു. അവിടെ ഞങ്ങളുടെ വല്യമ്മയുണ്ട്. പിന്നെ ഞങ്ങളുടെ അമ്മമ്മ എന്ന് പറയാൻ പാകത്തിന് ഒരു അന്നമ്മ ടീച്ചർ ഉണ്ടായിരുന്നു. അന്നമ്മ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ രൂപം മനസ്സിൽ ഞങ്ങളുടെ ആരും ഒരിക്കലും മാഞ്ഞു പോവില്ല. ശുഭ്ര വസ്ത്രം ധരിച്ചിട്ടാണ് വരിക. കറുപ്പിനൊക്കെ നമ്മളെ എന്ന് പറയും, പക്ഷേ വെളുപ്പിന് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് ആ ടീച്ചറുടെ വസ്ത്രധാരണത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായത്. വെളുത്ത ചട്ട, ഒരു വെളുത്ത മുണ്ട്, ആ മുണ്ടിൻ്റെ പിന്നിൽ എന്തോ ഒരു മാന്ത്രിക വിദ്യ പോലെ ഒരു ഞെറിയുണ്ട്. എനിക്ക് ഇത്ര മുറിഞ്ഞിട്ടും ആ ഞെറി കാണുമ്പോൾ അത്ഭുതം തോന്നും. പിന്നെ എങ്ങനെ ഇതേമാതിരി ഉണ്ടാക്കണേന്ന്. പിന്നെ നല്ല ഭംഗിയുള്ള ഒരു വെള്ള ഒരു ദാവണിയും ടീച്ചർ പുറത്തിരിക്കും. ടീച്ചർ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും വ്യാപൃതയായിരുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഞങ്ങളിപ്പോൾ ആ കാലത്തൊക്കെ കുട്ടികൾ നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ അവിലോ മലരോ അതേമാതിരി വഴിയൊക്കെ കാണുന്ന പല പഴവർഗ്ഗങ്ങളോ എന്തിന് പശുക്കളുടെ മാതിരി കണ്ട ഇലകൾ പോലും ഞങ്ങൾ കഴിച്ച് ചവയ്ക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പൊതിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടു ചെല്ലും. അന്നമ്മ ടീച്ചറാണ് അതൊക്കെ എടുത്ത് എല്ലാവർക്കും ഭാഗിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ശിവശങ്കരൻ മാഷ്